ഇന്ത്യയുടെ സൃഷ്ടിപരമായ ശക്തി ഉയർത്തിക്കാട്ടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മുംബൈയിൽ സംഘടിപ്പിച്ച ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 സമാപിച്ചു. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, നിക്ഷേപകർ, ഉള്ളടക്ക സൃഷ്ടാക്കൾ തുടങ്ങിയവരുടെ സംഗമത്തിനാണ് വേവ്സ് ഉച്ചകോടി വേദിയായത്. മുംബൈയിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വേവ്സ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത്. മാധ്യമങ്ങൾ, വിനോദം, ഡിജിറ്റൽ നവീകരണം തുടങ്ങിയവയുടെ ആഗോള കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാൻ ലക്ഷ്യമിട്ടാണ് 4 ദിവസം നീണ്ട ഉച്ചകോടി സംഘടിപ്പിച്ചത്. ചലച്ചിത്ര നിർമ്മാണം, സാംസ്കാരിക മേഖല, സംഗീതം, മാധ്യമരംഗം തുടങ്ങി വിവിധ മേഖലകളിൽ നടത്തിയ സെഷനുകളിൽ പ്രമുഖർ പങ്കെടുത്തു. സർഗാത്മക വ്യവസായ മേഖലയിലെ ആഗോള സഹകരണത്തിനുള്ള പ്രധാന വേദി കൂടിയായി വേവ്സ് ബസാർ മാറി. സർഗാത്മക വ്യവസായങ്ങളിൽ പ്രധാന പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് വേവ്സ് ബസാർ പ്രവർത്തിച്ചത്. അതിർത്തിക്കപ്പുറത്തേക്കുള്ള വ്യവസായ പരിവർത്തനത്തിന്റെ ഒരു പുതിയ യുഗത്തിന് വേദിയൊരുക്കാൻ വേവ്സ് ബസാറിന് സാധിച്ചു. ലൈവ് ഇവന്റ്സ് ഇക്കോണമി, എ സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇംപറേറ്റീവ് എന്ന പേരിൽ ഇന്ത്യയുടെ ധവളപത്രം ഉച്ചകോടിക്കിടെ പുറത്തിറക്കിയിരുന്നു. ഉദ്ഘാടന പതിപ്പിൽ ഇതുവരെ സിനിമ, സംഗീതം, റേഡിയോ, VFX, അനിമേഷൻ മേഖലകളിലായി 800-ലധികം കോടി രൂപയുടെ വ്യവസായ ഇടപാടുകളാണ് നടന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.